ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഭൂതോച്ചാടന അനുഭവ പാഠങ്ങളുടെ 33ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ, കഴിഞ്ഞ സെഷനിൽ ഞാൻ ഒരു അനുഭവം പങ്കുവെച്ചൊരു ആത്മഹത്യ നടന്ന ഒരു സന്യാസ ഭവനത്തിൻ്റെ കോമ്പൗണ്ടിലുണ്ടായ അസ്വസ്ഥതകൾ, അത് കോമ്പൗണ്ട് വെഞ്ചരിച്ച് കഴിയുമെന്ന മാറ്റം, ഏതാനും വർഷങ്ങൾക്ക് 10-15 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ പക്കൽ ഒരു കൊച്ചു പെൺകുട്ടിയെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ ഒരു കുടുംബം വന്ന് ഓർമ്മിക്കുകയാണ്. ഈ പെൺകുട്ടി നല്ല മിടുക്കി, ഒരു 8-10 വയസ്സേ ഉള്ളൂ. സൺഡേ സ്കൂളിലും വീട്ടിലും എല്ലാം നല്ല ആക്റ്റീവായിട്ട് പോകുന്നു. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യം വന്നപ്പോൾ അവളിങ്ങനെ വല്ലാണ്ട് വയലൻ്റ് ആകും, ചീത്ത വിളിക്കുന്നു, പ്രാർത്ഥിക്കാൻ സമ്മതിക്കുന്നില്ല, വീട്ടിൽ രൂപങ്ങളൊക്കെ എടുത്ത് എറിയുന്നു, അങ്ങനെ നിർത്തി ഉരുളുന്നു, അങ്ങനത്തെ പെരുമാറ്റം കാണിക്കാൻ തുടങ്ങി. അപ്പോൾ അവരടുത്തുള്ള സൈക്കാട്രി ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കി. അങ്ങനെ ഒരു പ്രാവശ്യം, പിന്നെയും ആഴ്ച കഴിയുമ്പോൾ രണ്ടാം പ്രാവശ്യം അങ്ങനെ പോയി. അതിനിടയിൽ അവർക്ക് ഇവിടെ നിന്നൊരു ഉപദേശം കിട്ടി, ഇതൊരു പ്രാർത്ഥനയുടെ വിഷയമാണ്, മരുന്നിൻ്റെ വിഷയമല്ല. അങ്ങനെ അവരെ കൊച്ചിനെ കൂടെ എൻ്റെ പക്കലെത്തി. എൻ്റെ പക്കൽ വന്നപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് കൊച്ചു വയലൻ്റായി ബഹളം വെച്ചു. ഞാൻ പള്ളിയിൽ കൊണ്ടുപോയി. അവരൊരു 7-8 പേര് വന്നിട്ടുണ്ട് ഒരുമിച്ച്. അവരെ പള്ളിയിൽ കൊണ്ടുവച്ച് ബലമായിട്ട് പൊക്കിയെടുത്ത വണ്ടികളിൽ നിന്ന് പള്ളിയിൽ കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുവരുത്തി ഞങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചൊരു അരമണിക്കൂർ സമയം. അത് കഴിഞ്ഞപ്പോൾ ഈ കൊച്ചിങ്ങനെ ബഹളം അങ്ങ് മാറി, പക്ഷെ മയങ്ങി തളർന്നിങ്ങനെ പള്ളിയിൽ ചാരി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു, നിങ്ങൾ തങ്ങളെ കുമ്പസാരിച്ചിട്ട്? അപ്പോൾ അവർ പറഞ്ഞു 2 മാസം, 6 മാസം, 8 മാസം അങ്ങനെയൊക്കെ. ഞാൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും കുമ്പസാരിക്കാൻ ഒരുങ്ങിക്കുക, ഞാൻ കുമ്പസാരിക്കൂട്ടി പോയിരിക്കുക, നിങ്ങൾ കൊച്ചിനെ നോക്കുക, മാറി മാറി കുമ്പസാരിക്കാൻ വരിക. എല്ലാവരും കുമ്പസാരിപ്പിച്ചിട്ട് ഞാൻ തിരിച്ച് ഈ കൊച്ചിൻ്റെ പക്കലേക്ക് വരുമ്പോൾ ഈ കൊച്ച് നല്ല ഫ്രീ ആയിട്ട് എണീറ്റ് നിന്ന് ഞാൻ വരുന്നത് നോക്കി താഴേക്ക് തിരിഞ്ഞു നിന്നിട്ട്, അച്ഛാ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പറഞ്ഞ് നിൽക്കുകയാണ്. അവൾ ഫ്രീ ആയി. ഒരു ഡെലിവറൻസിൻ്റെ പ്രാർത്ഥന പോലും വേണ്ടി വന്നില്ല. പിന്നെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഉണ്ടാകാൻ തുടങ്ങിയത് അവരുടെ വീട്ടിൽ ആത്മഹത്യ നടന്നു കഴിഞ്ഞിട്ടാണ്. ഈ ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു തറവാട് വീടാണ്, ഒത്തിരി വലിയ തറവാടൊന്നുമല്ല. അവരുടെ മൂത്ത മകന് കുറച്ചപ്പുറത്ത് മാറി താമസിക്കുകയാണ്. പക്ഷെ മൂത്ത മകന് മദ്യപിക്കുന്ന രീതിയുണ്ട്. മാത്രമല്ല അപ്പനുമായിട്ട് സഹോദരമായിട്ട് വഴക്കാണ്. അവന് വീതം കിട്ടിയത് പോരായെന്ന്, എന്തോ അങ്ങനത്തെ വിഷയങ്ങളാണ്. അപ്പോൾ കുടിയും കഴിഞ്ഞ് വന്ന് വീട്ടിൽ നലമ്പുണ്ടാക്കും. അങ്ങനെ വന്ന് ഒരു ദിവസം രാത്രിയിൽ ഈ മൂത്ത മകന് ഈ വീടിൻ്റെ മുൻവശത്ത് വാതിലിൻ്റെ മുൻപിൽ ഇങ്ങനെ തൂങ്ങി ആത്മഹത്യ ചെയ്തു. ഇവർ നേരം പുലർന്ന് കഥ തുറക്കുമ്പോൾ കാണുന്നത് ഈ മകൻ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതാണ്. ആ ഒരു സംഭവത്തിന് ശേഷമാണ് ഈ കൊച്ചിങ്ങനെ ഉള്ള അനുഭവത്തിലേക്ക് പോയത്. അപ്പം ഞാനിവിടെ ചോദിച്ചു, എന്തെങ്കിലും വീട്ടിൽ പ്രത്യേക സംഭവം ഉണ്ടോ, ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ? ദുർമരണങ്ങൾ അല്ലെങ്കിൽ ഒരുക്കമില്ലാത്ത മരണങ്ങൾ, ഇത് പലപ്പോഴും അസ്വസ്ഥയായിട്ട് വരുന്ന കേസുകൾ നമ്മൾ എൻക്വയറി ചെയ്യുമ്പം ആദ്യമേ തന്നെ ചോദിക്കുന്നൊരു വിഷയമാണ്, എന്തെങ്കിലും ഒരുക്കമില്ലാത്ത മരണങ്ങളുടെ അനുഭവം നിങ്ങളുടെ കുടുംബത്തിലുണ്ടോ, അടുത്ത നാളുകളിലുണ്ടോ, ദേശത്തുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ കാര്യം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് അവർക്ക്, ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, കുർബാന ചൊല്ലി കരുണക്കൊന്തയിലേക്ക് പ്രാർത്ഥിക്കുക, ക്ഷമിച്ച് പ്രാർത്ഥിക്കുക, അങ്ങനെ പറഞ്ഞു കൊടുത്തു. ഞാൻ വീട്ടിൽ പോയൊന്നുമില്ല. പക്ഷേ ഈ ഒരു കുടുംബാംഗങ്ങളെല്ലാം കുമ്പസാരിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഈ കൊച്ചിൻ്റെ അസ്വസ്ഥ മാറി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ സെഷൻ ഞാൻ പങ്കുവെച്ചതുപോലെ തിന്മയുടെ സംഭവം നടക്കുമ്പോൾ അവിടെ തിന്മയ്ക്കൊരു അവകാശം കിട്ടുന്നുണ്ട്. ആ അവകാശം ഇപ്പോൾ ആത്മഹത്യ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അത് വെറുപ്പ് നിറഞ്ഞ്, നിരാശ നിറഞ്ഞ്, പക നിറഞ്ഞ് സ്വയം കൊല്ലുന്നു. ആ ഒരു യുവാവ് മനുഷ്യൻ സ്വയം കൊന്നു. അപ്പോൾ അത് കൊല്ലുന്നത് പിശാചിൻ്റെ പ്രവൃത്തിയാണ്. കൊലപാതകം, വെറുപ്പ് കൊലപാതകം പിശാചിൻ്റെ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തികൾ സംഭവിക്കുമ്പോൾ പൈശാചിക അരുവികൾ അവർ ചുറ്റുമുണ്ട്. ആ സംഭവം നടക്കുന്നിടത്തോടെ ആഘോഷിക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ അരുവികൾക്ക് അവിടെ അവകാശം കിടക്കുകയാണ്. പക്ഷെ ആ അവകാശം നമ്മളെ ഉപദ്രവിക്കണമെന്നില്ല. കാരണം ആ കുടുംബത്തിലുള്ള ആൾക്കാരല്ല ഈ ആത്മഹത്യയിലേക്ക് പോയത്, പുറമേ നിന്ന് വന്ന്, കുടുംബത്തിലെ അംഗം തന്നെയാണെങ്കിൽ പുറമേ നിന്ന് വന്ന് ചെയ്തതാണ്. പക്ഷേ ഈ കുടുംബാംഗങ്ങൾക്ക് ആവശ്യത്തിന് പ്രാർത്ഥനയില്ല, കൂദാശ ജീവിതമില്ല. അത് ആ ഒരു പ്രാർത്ഥനാകൃത്തില്ലായ്മയിലാണ് അവിടെയുള്ള പൈശാചിക അരുവികൾക്ക് ഈ കുടുംബത്തെ ഞെരുക്കാൻ അല്ലെങ്കിൽ അസ്വസ്ഥപ്പെടുത്താനായിട്ട് പീഡിപ്പിക്കാനുള്ള അവസരം പഴുത് കിട്ടിയത്. അത് പക്ഷേ എല്ലാവർക്കും ആ കുടുംബത്തിന് പൈശാചികപീഡ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് വെളിപ്പെട്ടത് ഈ കുഞ്ഞിനാണ് ആദ്യം. പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നത്. പൈശാചികപീഡ ഉണ്ടാകുമ്പോൾ ആദ്യം വെളിപ്പെടുന്ന കുഞ്ഞുങ്ങളിൽ, അല്ലെ സ്ത്രീകളിൽ, അത് കഴിഞ്ഞ പുരുഷന്മാരിൽ. അങ്ങനെ ഒരു അനുഭവം പലപ്പോഴും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ കുടുംബത്തിലെ അംഗങ്ങൾ വന്നവരെല്ലാവരും കുമ്പസാരിച്ച് പാപത്തിൻ്റെ സാന്നിധ്യം അവരുടെ ജീവിതങ്ങളിൽ കയറി കടന്നത് മാറിക്കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ നടന്ന ആത്മഹത്യ വഴി അവിടെ പൈശാചികൾക്ക് സാന്നിധ്യ സ്വാധീനം, അവകാശം കിട്ടിയെങ്കിലും ആ പൈശാചികൾക്ക് പിന്നെ ഇവരുടെ മേൽ അവകാശം ഇല്ലാത്തൊരവസ്ഥ വന്നു. ഇവരതിന് മുകളിലേക്ക് വന്നു. ലൂക്ക 10:19 പറയല്ലേ, പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ
ചവിട്ടി നടക്കാൻ നിങ്ങളിങ്ങനെ അധികാരം ഒന്നും നിങ്ങൾ ഉപദ്രവിക്കുകയില്ല. ആ ഒരു സംരക്ഷണം നമുക്ക് എല്ലാവർക്കും അവകാശപ്പെടാൻ ആവശ്യമുള്ളതുമാണ്. അത് നമ്മൾ അനുഭവിക്കേണ്ടതുമാണ്. ഈശോ യോഹന്നാൻ 14:30 പറയുന്നുണ്ടല്ലോ, അന്ത്യത്താഴവേളയിൽ ഈ ലോകത്തിൻ്റെ പ്രമാണി വരുന്നു, പക്ഷെ അവൻ എൻ്റെ മേൽ അധികാരമില്ല. എന്തുകൊണ്ടാണ് ഈശോയുടെ മേൽ ലോകത്തിൻ്റെ അധികാരിയായ ഈശ്വരന് അവകാശമില്ലാത്ത അധികാരമില്ലാത്തത്? ഈശ്വര പാവമില്ലാത്തത് കൊണ്ടാണ്. യോഹന്നാൻ 8:46, 47, 42 വാക്യങ്ങൾ ഈശോ പറയണം, നിങ്ങൾക്ക് ആർക്ക് എന്നെ പാപം തെളിയിക്കാൻ പറ്റും? പാവം തെളിയിക്കാൻ പറ്റും, ആരോപിക്കാൻ പറ്റും, തെളിയിക്കാൻ പറ്റുമോ? ഈശോ പാവമില്ല. പാവമില്ലാത്ത ഈശോയുടെ മേൽ പൈശാച അരൂപികൾ എത്ര ചുറ്റുന്നതിനും അവർക്ക് ഈശോയുടെ മേൽ അധികാരമില്ല. ഈ ഒരു അവസരയ്ക്ക് നമ്മളും വരണം. അപ്പോൾ ആ വീട്ടിലെ ആത്മഹത്യ വഴി അവിടെ പൈശാച അരൂപികൾക്ക് ആ സ്ഥലത്തിൻ്റെ മേലൊരു ആധിപത്യം കിട്ടി, അവകാശം കിട്ടി, അവരവിടെ വന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പം ആ കൂട്ടത്തിൽ ആ കുടുംബത്തിലെ അംഗങ്ങൾ കുമ്പസാരമില്ലാതെ പാപത്തിൻ്റെ അവസ്ഥ ജീവിക്കുന്ന സ്ഥിതി ആയിരുന്നതുകൊണ്ട് ആ വ്യക്തികളിലേക്ക്, കുടുംബത്തിലേക്കും തിന്മരൂപിക്ക് അവകാശം കിട്ടി. പാപത്തിൻ്റെ അവസ്ഥ കുമ്പസാരം വഴി ദൂരീകരിക്കപ്പെട്ടപ്പം കൊളോസസ് ലേഖനം 2 വായിക്കുന്നില്ലേ, ഈശോ കുശിച്ചിൻ്റെ രക്തത്താൽ പൈശാചിക ശക്തികളെ, ആധിപത്യങ്ങളെ എല്ലാം നമുക്കെതിരെ ദോഷകരമായി നിന്നിരുന്ന ലിഖിത നിയമങ്ങളെ മായ്ച്ചു കളഞ്ഞ് അവയെ നിരായുധരാക്കി, അവഹേളപാത്രമാക്കി, നിരായുധരാക്കി കുരിശിൻ്റെ രക്തം വഴിയായിട്ട്. എന്നുവെച്ചാൽ എന്താ? അവരുടെ ആയുധം, പൈശാചരൂപികളുടെ ആയുധം നമ്മുടെ പാവമാണ്. പാവം വഴി നമ്മുടെ അവർ പിടുത്തം കിട്ടുന്നത്, അത് വെച്ച് നമ്മളെ പീഡിപ്പിക്കുന്നത്. പതിവായിട്ട് പാവം ഒഴിവാക്കുക, ഒന്ന് പാവം വന്നുമായി തന്നെ അനുദപിക്കുക, ആവശ്യത്തിന് കുമ്പസാരിക്കും. പതിവായിട്ട് കുമ്പസാരിച്ച് തങ്ങളുടെ ജീവിതങ്ങളെ ഈശോയുടെ രക്തം കൊണ്ട് കഴുകി, കുരിശിലെ രക്തം കൊണ്ട് കഴുകുന്ന അനുഭവമാണ് കുമ്പസാരിക്കുള്ള കുരിശിൻ്റെ അടുത്തുള്ള ആശീർവാദം. അങ്ങനെ കഴുകി നമ്മൾ തന്നെ വിശുദ്ധീകരിച്ച് നീങ്ങിയാൽ നമ്മുടെ മേലെ പൈശാച അരൂപികൾക്ക് ഗ്രിപ്പില്ല, പിടുത്തമില്ല, അവകാശമില്ല. അവർ നിരായുധരാകുന്ന അനുഭവം അവിടെ ഉണ്ടാകുന്നത്. അവർ അവഹേള പാത്രമായിട്ട്, നിസ്സഹായരായിട്ട് മാറിപ്പോകേണ്ടതായിട്ട് വരുന്നു. അതാണ് ഇവിടെ സംഭവിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ വീട്ടിൽ, പറമ്പിൽ, ജീവിത പെരുമാറ്റ മേഖലകളിൽ, തൊട്ടടുത്ത അയൽപക്കങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള ദുർസംഭവങ്ങൾ, അനുഭവത്തിൽ വരുന്ന ദുർസംഭവം അരങ്ങേറുമ്പം നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട തിന്മയുടെ അരുവികൾക്ക് അവിടെ അവകാശം കിട്ടുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിൽ അവന് വന്ന് കയറാൻ മേലാത്ത പോലെയുള്ള പാപരഹിതമായ അവസ്ഥ, അതാണ് പ്രസാദവരാവസ്ഥ പറയുന്നത്. പ്രസാദവരാവസ്ഥ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മൾക്ക് സംരക്ഷണം ഉണ്ടാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യം, സഹവാസ, സഹായ, സംരക്ഷണവും സഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ, എല്ലാ പ്രിയപ്പെട്ടവരോടും ഭവനങ്ങളോടും പെരുമാറ്റ മേഖല കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.